മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കാസർഗോഡ് വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ പച്ച വർഗീയത തുപ്പിയത് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് ബാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത് കടക്കൂപ്പുറത്ത്. നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് ഇലക്ഷൻ പ്രചരണങ്ങളിൽ പ്രധാനിയാണ്, പ്രസംഗിച്ച് നടക്കുന്നതിൽ പ്രധാനിയ എന്താ പറയുന്നത്? കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് ബാദൂർ മുനാഫിക്കിന്റെ കപട വിശ്വാസിയുടെ പണിയെടുക്കുന്നവനാണ്, കപട വിശ്വാസിയാണ്, അവനോട് കടക്ക് പുറത്ത് എന്ന് പറയണമെന്നാണ് ഇലക്ഷൻ പ്രചരണത്തില് മുസ്ലിം ലീഗിന് വേണ്ടി രംഗത്തെത്തിയിട്ട് ആളുകൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്ന ജാതി വർഗീയതയായത്. ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം സകല മലയാളികളും തിരിച്ചറിയണോ. അതായത് ഒരു മുസൽമാനായിട്ടുള്ള ഷാനവാസ് ബാദൂർ എന്ന ഈ LDF സ്ഥാനാർത്ഥി കപട വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് അവനോട് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോ അവിടെ പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അവിടെ BJP സ്ഥാനാർത്ഥി ML അശ്വനി എന്ന് പറയുന്നത് ഹിന്ദു ആണ്. അവരെ കുറിച്ച് ചർച്ചക്ക് പോലും എടുക്കേണ്ടതില്ല. മറിച്ച് ഇവിടെ ഷാനവാസ് ബാദൂർ കപട വിശ്വാസി, അവന് വോട്ടു ചെയ്യേണ്ട, അപ്പൊ അവിടെയുള്ള ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ വോട്ടു ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്. ഒരു മുസൽമാൻ പോലും LDF സ്ഥാനാർത്ഥിയാവുമ്പോ കപട വിശ്വാസി എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റു മതങ്ങളെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് കാണുന്നത്? വലിയ അപകടത്തിൽ ചിന്തിക്കേണ്ടതാ. മുസ്ലിം ലീഗ് ഇതിന് എന്ത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മുസ്ലിം ലീഗിന് ഇക്കാലത്ത് ഒരു നിലപാടുമില്ല. മതരാഷ്ട്രവാദം ഉന്നയിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ തോളോട് തോള് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന പാണക്കാട്ട് നിന്ന് ഇനി ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു മറുപടി ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആയിഷത്ത് ഫർസാന രംഗത്തെത്തിയിട്ട് ഈ മുനാഫിക്ക് പരാമർശവുമായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ വാർത്ത വന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മുനാഫിക്ക് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആയിഷത്ത് ഫർസാന. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല, നിയമപരമായി നേരിടും. ഇന്നലകളിലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇടപെട്ടിട്ട് പറഞ്ഞത് തെറ്റാണ്, ആയിഷത്ത് ഫർസാനയെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു എന്ന്, മാറ്റി നിർത്തുന്നു എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർ പുറത്തേക്കെങ്കിലും വിളിച്ചു പറയുമായിരുന്നു. ഉള്ളിൽ നിന്ന് അവർ കൂട്ടുപിടിച്ചാലും പുറത്തെങ്കിലും അവര് ഇത്തരം ആളുകളെ പുറത്താക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടി മുന്നോട്ട് പോകുന്ന ഇന്നത്തെ മുസ്ലിം ലീഗ് ഇവരെ ഒന്നും പുറത്താക്കൂല. നിങ്ങളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഓരോ ഭാഗത്തും മുസ്ലിം ലീഗ് വളരുമ്പോ ഇത്തരം ആളുകൾ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ തല പൊക്കി രംഗത്ത് വരിക. ഇത് മറ്റു മതങ്ങളെ വലിയ രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഇത് കപട വിശ്വാസി എന്ന് പറഞ്ഞ ഒരു മുസൽമാനായിട്ടുള്ള LDF സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്നു. അതിനേക്കാൾ അപകടത്തിൽ മറ്റു മതങ്ങളെയും കൂടി ഇത് അപമാനിക്കുന്നുണ്ട്. ഒരു മുസൽമാനെ കപട വിശ്വാസി എന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ മറ്റു മതങ്ങളെ മുസ്ലിം ലീഗ് ഏത് രീതിയിലാണ് കാണുന്നത്? ഇത് വലിയ അപകടമാണ്. ഇതൊക്കെ ഞാൻ ഇവരുമായിട്ട് ഇവരുടെ ഇൻസ്റ്റാ ID ഒന്ന് കയറി നോക്കിയ സമയത്ത് അതിൽ കാണാൻ സാധിച്ചത് ഇവരൊരു കോളേജ് പ്രിൻസിപ്പൽ കൂടിയാണ്. അതായത് നിസ്വ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടി. ഇവരൊക്കെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്നുണ്ട് എന്നല്ലേ ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് കേട്ട പ്രസംഗല്ലേ? ഇവർ ഉള്ളിൽ നിന്ന് എന്തൊക്കെ പറയും? ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് വളരുന്നു എന്ന് പറയുമ്പോ നാടിന് അപകടം. പച്ച വർഗീയവാദികൾ വളർന്നാൽ അപകടം തന്നെയല്ലേ? ഒരു മുസൽമാൻ എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും, ഇത് മുസ്ലിം സമുദായത്തിന് പോലും ഈ പറയുന്ന ആയിഷത്ത് ഫർസാനമാർ അപകടം തന്നെയാ. മറ്റു മതങ്ങളെ അപമാനിക്കുക, ഒരു മുസൽമാനെ കപട വിശ്വാസിയാക്കാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? KM ഷാജി പറഞ്ഞത് ഓരോ മലയാളിയും ഓർക്കണം ഈ സന്ദർഭത്തില്. മുസ്ലിം ലീഗിന്ന് ഒരു വ്യക്തി LDF-ലോ DYFI-ലോ SFI-ലോ പോയി മെമ്പർഷിപ്പ് എടുത്താൽ ദീനിന്റെ പരിസരത്ത് നിന്നാണ് പോകുന്നത്, മുസ്ലിം ലീഗിൽ നിന്നല്ല പോകുന്നത് എന്ന് പ്രസംഗിച്ചത് KM ഷാജി. ആ KM ഷാജിയോട് തോളോട് തോള് ചേർന്ന് മുന്നോട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന വനിതാ ലീഗിന്റെ നേതാക്കന്മാര് ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ നമ്മളൊക്കെ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഈ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം ആരെ കൊടുത്തത്?
ആ പണിയൊന്നും ഏതായാലും മുസ്ലിം ലീഗ് എടുക്കേണ്ട ഏതായാലും. ഇവര് കപട വിശ്വാസിയ ഇവരൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ? UDF ആരെ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിച്ചാലോ UDF അധികാരത്തിലേക്ക് എത്തിച്ചാൽ അപകടം വളരെ വലുതാണ് എന്നുള്ളത് ഒരു തർക്കവും വേണ്ടത്. ഇത് മാത്രമൊന്നല്ല. ഉദാഹരണത്തിന് മറ്റൊരു ദിവസം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടോക്കൂ. അക്ഷയയിലും ജനസേവന കേന്ദ്രങ്ങളിലും ചൂടുകയാ, മെമ്പർമാരെ വിളിച്ച് ശല്യപ്പെടുത്തുകയാ, ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെയും വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പരാതി പറയുക. SIR-ൽ എന്റെ പേരില്ലല്ലോ, എന്റെ ഉമ്മയുടെ പേരില്ലല്ലോ, എന്റെ ഉപ്പയുടെ പേരില്ലല്ലോ, എങ്ങനെയാണ് എന്റെ വോട്ടെന്നതിൽ ചേർക്കുക? നമുക്കൊരു ഭയമായിരുന്നു. ഈ രാജ്യത്തെ നിയമങ്ങൾ മാറ്റിയെഴുതപ്പെടുകയാണ്, ചരിത്രങ്ങൾ തിരുത്തപ്പെടുകയാണ്, ഭരണഘടന പോലും ഇങ്ങനെ ഉൾമുനയിൽ നിർത്തപ്പെടുകയാണ്. ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ നേതാക്കന്മാരൊക്കെയും ഇങ്ങനെ പടപൊരുതുകയാണ്. അപ്പോൾ നമ്മൾക്ക് ബുദ്ധി വന്നു. കാരണം ഈ രാജ്യത്ത് നിന്ന് പോകേണ്ടി വന്നാൽ, തടങ്കൽ പാലയങ്ങളിൽ കഴിയേണ്ടി വന്നാൽ, എന്റെ കുടുംബത്തിന്റെ ആളുകളെ പകുതി വേളയും കൂടി തനിച്ചാക്കിയിട്ട് ഞാൻ തനിച്ച് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നാൽ, ഞാൻ ജീവിച്ച എന്റെ മണ്ണ്, ഞാൻ ജീവിച്ച എന്റെ വീട്, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ ഇവരൊക്കെയും വിട്ടുപോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു പോയാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറക്കം പോകിയായി. പ്രിയപ്പെട്ടവരെ കരുതിയിരുന്നു കൊള്ളുക. നിങ്ങൾ കേട്ടില്ലേ? ജാതി വർഗീയതയാണ്. ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിൽ വർഗീയത തുപ്പുക. എന്റെ ഉപ്പയും ഉമ്മയും ഇവിടെ എല്ലാവരും വിട്ടുപോവേണ്ടി വരും, കരുതിയിരിക്കണം. ഇവരൊക്കെ കേൾക്കുന്ന സാധാരണ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ആയിഷത്ത് വർസാനമാരെ ആട്ടി ഓടിക്കണം. മുഖം നോക്കാതെ ആട്ടി ഓടിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ SIR ഒക്കെ ഇവർ വലിയ അപകടത്തിലാവുള്ളൂ. ജനസേവന കേന്ദ്രത്തിലേക്ക് അക്ഷയയിലേക്ക് പോകുമ്പോൾ അവിടെ അത്ര പ്രശ്നം. ഈ രാജ്യത്തുള്ള മുസൽമാന്, ഈ രാജ്യത്തുള്ള ക്രിസ്ത്യാനിക്ക്, ഈ രാജ്യത്തുള്ള ഹിന്ദുവിന്, ഈ രാജ്യത്തുള്ള സകല മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും SIR ചേർത്തുന്നതൊക്കെ ഒരുപോലെയാണ്. അല്ലാതെ ഇന്ന മതത്തിലുള്ള ആൾക്ക് ഇന്ന പ്രത്യേകത ഒന്നുമില്ല. ഒരു അക്ഷയത്തും അവിടെ 100 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും എങ്ങനെ കാത്തു നിൽക്കുന്നോ അതേപോലെ അവിടെ മുസൽമാനും കാത്തു നിൽക്കണോ. ഇതിലപ്പുറമുള്ള ഒരു പ്രശ്നവും ഇവിടെ ഒരു മതത്തിൽപ്പെട്ട ആൾക്കില്ല. ഇവിടെ ഇരട്ട വോട്ടോ കള്ള വോട്ടോ എന്ന് പറയുമ്പോൾ അതിനെതിരെ SIR കൊണ്ടുവന്ന് ഇരട്ട വോട്ടും കള്ള വോട്ടും ഒക്കെ തള്ളിക്കളയാനാണ് ഈ SIR കൊണ്ടുവന്നത്. ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്താക്കാനാ ഈ SIR. ഇവർ പേടിപ്പിക്കുക. ഇവരോടൊക്കെ ചോദിക്കുക. ഇത് 2014 മുതൽ ഈ പണി ഇവരൊക്കെ എടുക്കൽ തുടങ്ങിയിട്ടില്ലേ? ഈ രാജ്യത്ത് നിന്ന് പോവേണ്ടി വരുമോ എന്ന് പറയല് ആരാ പറഞ്ഞു തുടങ്ങി? ഇവിടെ ഏതെങ്കിലും മുസ്ലിം ലീഗാ? 2014 മുതൽ ഇവിടെയുള്ള UDF LDF അല്ലേ മുസ്ലിങ്ങൾ പോവേണ്ടി വരുമോ, രാജ്യം വിടേണ്ടി വരുമോ എന്ന് നിരന്തരം പറയുന്നത്? 2014 പേടിച്ചാ പോരെ, പോട്ടെ 2019 പേടിച്ചാ പോരെ, പോട്ടെ 2022 പേടിച്ചാ പോരെ. ഇതിപ്പോ എത്രാമത്തെ ടേം? രാജ്യം 3-ാം ടേം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുക. ലോകത്ത് ഈ കഴിഞ്ഞ പുണ്യ റമദാൻ മാസം, ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാള്, ഇതൊക്കെ ആഘോഷത്തോടും ആരാധനയോടെയും സുന്ദരമായി സുരക്ഷയിൽ സൗകര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ള മുസ്ലിങ്ങൾ, ലോകത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് RSS ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ മുസ്ലിങ്ങളാ. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളാ. സമാധാനത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാ സമാധാനത്തിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളൊന്ന് തൊട്ടടുത്ത രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ പുണ്യ റമദാൻ മാസത്തിൽ അവിടെ ഒരു മാസത്തിൽ സമാധാനമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ പുണ്യ റമദാൻ മാസം പോലും സമാധാനമില്ലാതെ യുദ്ധഭീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഇവിടെയുള്ള എല്ലാ ആളുകളും സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയിൽ മുന്നോട്ട് പോവുക. അതേസമയം ഇത്തരം ആയിഷത്ത് വർസാനമാർ രംഗത്തെത്തി പറയും, രാജ്യം വിടേണ്ടി വരും, നാട് വിടേണ്ടി, ഉപ്പ ഉമ്മ. എന്ത് ഉളുപ്പില്ലായ്മയാ! 2014 മുതൽ ഈ കള്ളം പറയുന്നില്ല. ഉളുപ്പില്ലാതെ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോട് പറയുന്ന ഇത്തരം ആയിഷത്ത് വർസാനമാരെ പുച്ഛിച്ച് തള്ളണം. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മാത്രമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തിലും സൗകര്യത്തിലും സുരക്ഷയിലും മുന്നോട്ട് വന്നത്. മുസ്ലിം ലീഗ് ഒക്കെയാണ് പറയുന്നത് രാജ്യം വിട്ടു പോവേണ്ടി വരുമോ എന്ന്. അവര് ഭരിക്കുമ്പോൾ ഓടേണ്ടി വരും. അതായിരിക്കും അവസ്ഥ. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് സമാധാനമാണ്, സൗകര്യങ്ങളിൽ സുരക്ഷയിൽ അവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും ഇവിടെ എല്ലാ മതങ്ങളും മുന്നോട്ട് പോകുന്നത്.
ഈ ആയിഷത്ത് ഫർസാനമാരൊക്കെ നാട്ടിൽ വിഷമാണ് ഊറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെയുള്ള UDF-നെ എന്ത് വില കൊടുത്തും അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് വിവേകമുള്ള കേരളത്തിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്.